ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പോളയാണ് തയ്യാറാക്കുന്നത്. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ സർപ്രൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതുതായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ക്യാരറ്റ് പോളയ്ക്ക് വേണ്ടി 3 വലിയ ക്യാരറ്റ് പീലൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റ് മൊത്തം ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോള തയ്യാറാക്കാം. ആദ്യം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റിനെ ഒന്ന് വാട്ടിയെടുക്കണം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ RKG വയ്ക്കുന്നുണ്ട്. കൂടുതലൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ മതി. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ച ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഈ ക്യാരറ്റിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വാടുന്ന സമയത്ത് ക്യാരറ്റിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വറ്റിച്ച് നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നിങ്ങളിത് വാട്ടിയെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ക്യാരറ്റിലെ പഞ്ചസാര ഒക്കെ വറ്റിയിട്ട് ക്യാരറ്റിലെ വെള്ളം ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം. അങ്ങനെ ക്യാരറ്റിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത് വാടി പഞ്ചസാര ഒക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ ക്യാരറ്റ് പോളൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തത്. ക്യാരറ്റ് പഞ്ചസാരയും ഉപ്പും ചേർത്തിട്ട് വാട്ടി വെക്കുക. ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്, അത് നമ്മൾ ബാറ്റർ തയ്യാറാക്കലാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇനി നമുക്ക് പോളൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു 5 മുട്ട ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത്, 5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി 1 നുള്ളു ഉപ്പ്. ഇത് നമുക്ക് ഒരു 2 മിനിറ്റ് വരെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ 2 മിനിറ്റ് വരെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെച്ച് പോള സെറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് പോള സെറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി പോളൻ്റെ പാത്രത്തിൻ്റെ അടിയിലേക്ക് ഇതേപോലെയുള്ള ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പോളയുടെ പാത്രം സെറ്റ് ചെയ്യാം. ഈ ഒരു പാത്രത്തിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പകുതി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ വാട്ടി മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ, അത് നമുക്കിങ്ങനെ വിതറിയായിട്ട് ഇട്ട് കൊടുക്കാം. വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കണേ. എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ബാക്കിയുള്ള ബാറ്ററും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ക്യാരറ്റും നമുക്ക് ഇതേപോലെ വിതറി ഇട്ട് കൊടുക്കാം.
പൊങ്ങി വയ്ക്കുന്ന ക്യാരറ്റ് ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് നമുക്കൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പരിപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി ഒരു 3 പദവും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഒരു 20 to 25 മിനിറ്റ് വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് കൊത്തി നോക്കാം. പറ്റിപ്പിടിച്ചിട്ടൊന്നുമില്ല. അപ്പം നമ്മളെ പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ഈ ഒരു ഭാഗമെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കും. അങ്ങനെ നമ്മൾ പോള റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മറക്കാതെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.